നോമ്പിൻ്റെ ക്ഷീണവും ദാഹവും മാറാനും അതുപോലെ ഈ ചൂടിനും പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി നോക്കാം. അതിനായി 5 രസകദളിപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 ലിറ്റർ പാലാണ് റെഡിയാക്കി എടുക്കുന്നത്. ആദ്യം നമുക്ക് കുറച്ച് പാലൊഴിച്ച് നന്നായിട്ട് ഇനി ഇതൊന്ന് അടിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് അടിച്ചിട്ടെടുക്കണം. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് ഇനി ഒന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. 1-2 മണിക്കൂറെങ്കിലും ഒന്ന് തണുപ്പിച്ചിട്ടെടുക്കണം. ഞാനൊരു 2 മണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് ഫ്രൂട്ട്സുകൾ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അധികം പുളിയില്ലാത്ത ഫ്രൂട്ട്സ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു പകുതി ആപ്പിൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ നേന്ത്രപ്പഴം കട്ട് ചെയ്തതും കുറച്ച് കുരുവില്ലാത്ത കറുത്ത മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് കപ്പലണ്ടിയാണ്. കപ്പലണ്ടിക്ക് പകരം നിങ്ങളുടെ കയ്യിൽ നട്ട്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി 1 ടേബിൾ സ്പൂൺ കസ്കസ് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. നിങ്ങൾക്ക് ഇതിന് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഒരു 1/4 കപ്പ് നന്നാരി സിറപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. നോമ്പ് തുറന്ന് കുടിക്കാൻ ഇതിൽ നിന്നും 1 ഗ്ലാസ് മതിയാകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.